വസ്തുതകളില്ലാത്ത പല വാർത്തകളും യാഥാർത്ഥ്യമെന്നോണം അതായത് സത്യസന്ധമായത് ആണ് എന്ന നിലയിൽ വലിയ തോതിൽ പ്രചരിപ്പിക്കുന്ന മാപ്രകളെ ഇടിച്ചു നിരത്തിയിരിക്കുകയാണ് CPM സംസ്ഥാന സെക്രട്ടറിയായ ഗോവിന്ദൻ മാസ്റ്റർ. ഇല്ലാത്ത വാക്കുകൾ പ്രയോഗിച്ചും ഇല്ലാത്ത കാര്യങ്ങളെ പർവ്വതീകരിച്ച് കാണിക്കാനുമുള്ള മാധ്യമങ്ങളുടെ ശ്രമങ്ങളെ CPM സംസ്ഥാന സെക്രട്ടറി തകർത്ത് കളഞ്ഞത് വളരെ മനോഹരമായ ചില ഉപമകളിലൂടെയും പെരുമാറ്റങ്ങളിലൂടെയും പ്രയോഗങ്ങളിലൂടെയുമായിരുന്നു. വസ്തുതമായി ഒരു ബന്ധവുമില്ലാത്ത കാര്യങ്ങൾ ഒരു സംഘം മാധ്യമങ്ങളും പ്രതിപക്ഷവും കൊടുമ്പിരി കൊണ്ട് പ്രചരിപ്പിക്കുന്നത് CPM സമ്മേളനങ്ങളെ സ്വാധീനിക്കാനാണെന്ന് സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ തുറന്നടിച്ചു. മാധ്യമങ്ങൾ നിശ്ചയിക്കുന്ന അജണ്ട വച്ചല്ല പാർട്ടി സമ്മേളനങ്ങൾ നടക്കുക. ഭാവനയുള്ളവർ പല കഥകളും എഴുതി വയ്ക്കുന്നുണ്ട്. പാർട്ടിയിൽ കുഴപ്പമാണെന്ന് വരുത്താൻ ബോധപൂർവമായ പ്രചാരണവും ഈ സംഘം ഏറ്റെടുത്തിരിക്കുകയാണ്. ഇത് എക്കാലത്തുമുള്ള അജണ്ടയാണെന്ന് പാർട്ടി അംഗങ്ങൾ തിരിച്ചറിഞ്ഞിട്ടുണ്ടെന്നും ഗോവിന്ദൻ പറഞ്ഞു. CPM സംസ്ഥാന സെക്രട്ടറിയുടെ നാട്ടിൽ സമ്മേളനം അലങ്കോലമായി എന്നായിരുന്നു പ്രധാനപ്പെട്ട വാർത്തകളിലൊന്ന്. അങ്ങനെ എഴുതുകൊണ്ട് സമ്മേളനം അലങ്കോലമാകില്ല. പ്രാദേശികമായ കാരണങ്ങളാൽ നിർത്തിവച്ചിട്ടുണ്ടെങ്കിൽ അത് അലങ്കോലമല്ല. സമ്മേളനത്തിൽ ആളുകളില്ല എന്നാണ് മറ്റൊരു പ്രചാരണം. കോട്ട നിശ്ചയിച്ച് ആളുകളെ പങ്കെടുപ്പിച്ചല്ല ബ്രാഞ്ച് സമ്മേളനം ചേരുന്നത്. പാർട്ടി അംഗങ്ങളാണ് ഇതിൽ പങ്കെടുക്കുക. അസുഖം കാരണമോ മറ്റൊഴികെ മുഴുവൻ പേരും പങ്കെടുത്തതാണ് സമ്മേളനങ്ങൾ സാധാരണ രീതിയിൽ നടക്കുക. വളരെ ഗൗരവത്തോടെ തന്നെയാണ് സമ്മേളനം നടന്നു വരുന്നത്. ഈ മാസം ബ്രാഞ്ച് സമ്മേളനങ്ങൾ പൂർത്തിയാകുമെന്ന് ഈ മാധ്യമങ്ങൾ അറിഞ്ഞിട്ടില്ല എന്ന് തോന്നുന്നു എന്നുള്ള രീതിയിലാണ് ഇവരുടെ പ്രചാരണങ്ങൾ. ഫെബ്രുവരിയിൽ നടക്കേണ്ട സംസ്ഥാന സമ്മേളന കാര്യങ്ങൾ ഇപ്പോൾ തന്നെ അജണ്ട വച്ച് ചിലർ എഴുതുന്നുണ്ട്. സെക്രട്ടേറിയറ്റിൽ വരുന്നവർ ആരൊക്കെയാണെന്ന് പ്രവചിക്കുന്നവരുമുണ്ട്. സമ്മേളനങ്ങൾ നടത്തുന്നതിനും കമ്മിറ്റികളെ തിരഞ്ഞെടുക്കുന്നതിനും ഒക്കെ നിശ്ചയിക്കപ്പെട്ട രീതിയുണ്ട്. അത് മാധ്യമങ്ങൾ തീരുമാനിക്കും പോലെയല്ല. സമ്മേളനങ്ങൾ നടത്തേണ്ട രീതിയെക്കുറിച്ച് ഇറക്കിയ കുറിപ്പ് കൃത്യമായി മാധ്യമങ്ങൾ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. അത് നല്ല കാര്യമാണെന്നും MV ഗോവിന്ദൻ പറഞ്ഞു. എന്നാൽ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനങ്ങളെ തകർക്കാൻ വലതുപക്ഷ അജണ്ടയോടെ പ്രവർത്തിക്കുന്ന ചില മാധ്യമങ്ങളാണ് ഇത്തരത്തിൽ വാർത്തകൾ പൊടിപ്പും തൊങ്ങലും വെച്ച് പൊലിപ്പിച്ച് നിറം ചാലിച്ച് എഴുതുന്നത്. ഇത് കുറച്ചു നാളത്തേക്കൊക്കെ തെറ്റിദ്ധാരണകൾ ആളുകൾക്കിടയിൽ ഉണ്ടാക്കാൻ സാധിക്കുമെങ്കിലും പാർട്ടി അംഗങ്ങളെ ഇത് യാതൊരു തരത്തിലും ബാധിക്കില്ല എന്നും ഗോവിന്ദൻ പറഞ്ഞു. കാരണം കൃത്യമായി പറഞ്ഞു കഴിഞ്ഞാൽ പാർട്ടിയുടെ അജണ്ടകളെക്കുറിച്ചും അവരുടെ സംവിധാനങ്ങളെക്കുറിച്ചും സമ്മേളനത്തിൻ്റെ രീതികളെക്കുറിച്ചും വ്യക്തമായ ബോധ്യവും കൃത്യമായ അറിവുമുള്ളവരാണ് പാർട്ടി സഖാക്കൾ. ഇവർക്ക് മറ്റൊരു മാധ്യമങ്ങളിലൂടെ വരുന്ന വാർത്തയുടെ അടിസ്ഥാനത്തിൽ വേണ്ട കാര്യങ്ങൾ തിരിച്ചറിയാൻ സംഘടനാ കാര്യങ്ങൾ കൃത്യമായി തന്നെ അവരിലേക്ക് എത്തുന്നതിന് സംഘടനാപരമായ ചാനലുണ്ട്. അതുവഴി ഔദ്യോഗികമായി തന്നെ അവരിലേക്ക് എത്തും. ഈ സംവിധാനങ്ങളെല്ലാം നിലനിൽക്കുമ്പോഴും മാധ്യമങ്ങൾ ഇവർക്കെതിരെ ഇല്ലാ കഥകൾ പ്രചരിപ്പിക്കുന്നതിനാണ് ശ്രമിക്കുന്നത് എന്നും MV ഗോവിന്ദൻ കുറ്റപ്പെടുത്തി.